നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളുടെ കസിൻസായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ഇങ്ങനെ കളിച്ച് ചിരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അമ്മമാർ, അതെല്ലാ വീട്ടിലുള്ളതാണ്, അമ്മമാരെ വന്നിട്ട് പറയാം, എടാ ഒന്ന് പീടിയിൽ പോയിട്ട് വന്നിടാം. ദൈവം പറയും, ഒരു 2 മിനിറ്റത്തെ പരിപാടി ഉള്ളടാ, ഒന്ന് നീ താഴേക്ക് പോയിട്ട് വാ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ ഈ കുഞ്ഞ് കരയുന്നത് അത് ദൈവത്തോടുള്ളൊരു പരാതിയാണെന്ന്. അമ്മയുടെ മുലപ്പാലിൻ്റെ രസവും പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പല രസങ്ങളും പല സന്തോഷങ്ങളും ആസ്വദിച്ച് അവൻ എവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് ചിലപ്പോഴൊക്കെ മറന്നുപോകും. പിന്നീട് കാലം തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ സന്തോഷമൊക്കെ ഒന്നുമല്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പ്രായത്തിൻ്റെ ചുളിവുകളിലൂടെ കടന്നു വീഴുമ്പോൾ അവിടേക്ക് തിരിച്ചു ചെല്ലണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വീണ്ടും ഇങ്ങനെ മുളച്ചു വരുന്നത് നമ്മളൊക്കെ ജീവിതത്തിലൂടെ അനുഭവിക്കാനുണ്ട്. പ്രിയമുള്ളവർ ഓർക്കണം, ഈ ആത്മാവ് വന്നത് സ്വർഗത്തിൽ നിന്ന്, അത് തിരിച്ചു പോകേണ്ടതും അവിടേക്ക് തന്നെയാണ്. നമ്മളുടെ ജീവിതത്തെ യാത്രയായി പലപ്പോഴും നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. ആ ഒരു യാത്രയെ വളരെ ചെറുതായി ചിത്രീകരിക്കാനാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്നത്. ആ ഒരു യാത്രയെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാലയളവായി നന്നേ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മിൽ മാത്രമല്ല പല കലാകാരന്മാരും പല ചിത്രകാരന്മാരും പലരും പല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ തോമസ് അക്വീനാസും സെൻറ്റ് അഗസ്റ്റിനൊക്കെ ഈ ജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ്? കർത്താവേ, അങ്ങയിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അതായത് എനിക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ എൻ്റെ ആത്മാവ് അങ്ങിലേക്ക് തിരിച്ചു ചെല്ലണമെന്നാണ് പറയുന്നത്. ആ വരികൾക്കിടയിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ആത്മാവ് കാലങ്ങൾക്ക് മുമ്പ് അതവിടെ ആയിരുന്നു എന്നൊരു ധ്വനി കൂടിയുണ്ട്. തോമസ് അക്വീനാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നിലേക്ക് തിരിച്ചു ചെന്നാൽ മതിയെന്ന്. ഇത് പ്രിയമുള്ളവരെ, ഇവരുടെയൊക്കെ വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വാചകങ്ങളിലൂടെ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മാവിന് മരണമില്ല എന്നുള്ളത്. പലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ ശരീരത്തിന് ഒരാത്മാവുണ്ട്. അങ്ങനെയല്ല, നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഈ ആത്മാവിന് തൽക്കാലത്തേക്ക് ഒരു ശരീരമുണ്ടെന്നാണ് പറയുന്നത്. അഗസ്റ്റീനോസിൻ്റെയും തോമസ് അക്വീനാസിൻ്റെയും ഒക്കെ ഈ ഉദ്ധരണികളിലൂടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ആത്മാവ് ഒരു യാത്രയിലാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ മറ്റാത്മാക്കളോടുകൂടെ വളരെ സന്തോഷിച്ച് ജീവിച്ചിരുന്നതാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. ഓരോ ജീവനും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ദൈവം ഈ ആത്മാക്കളെ വിളിച്ചുകൊണ്ടു. എന്നിട്ട് പറയും, ഒരാൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ആത്മാവ് പറയുന്നത്, ദൈവമേ എന്നെ വിട്ടല്ലേ, ആ ആത്മാവിനെ വിട്ടേക്ക്, അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളുടെ കസിൻസായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ഇങ്ങനെ കളിച്ച് ചിരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അമ്മമാർ, അതെല്ലാ വീട്ടിലുള്ളതാണ്, അമ്മമാരെ വന്നിട്ട് പറയാം, എടാ ഒന്ന് പീടിയിൽ പോയിട്ട് വന്നിടാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത്, അമ്മച്ചി കുറച്ച് കഴിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അവനെ വിട്, അവളെ വിട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഏതാണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്രയെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അമ്മച്ചിമാർ നമ്മളോട് പറയാറുള്ളൊരു കാര്യം, എടാ ഇത് 2 മിനിറ്റത്തെ ഒരു പരിപാടിയല്ലേ ഉള്ളൂ, നീ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വന്നേ. പ്രിയമുള്ളവരെ, അങ്ങനെ ആ 2 മിനിറ്റത്തെ പരിപാടി ഉള്ളൂ എന്ന് വളരെ വിദഗ്ധമായി നമ്മളെ ബോധ്യപ്പെടുത്തി അമ്മ നമ്മളെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വിടാറുണ്ട്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടാതെ സ്വർഗത്തിൻ്റെ ആ ഒരു സന്തോഷം ആസ്വദിച്ച് നിൽക്കുന്ന ആത്മാവിനോട് ദൈവം പറയും, ഒരു 2 മിനിറ്റത്തെ പരിപാടി ഉള്ളടാ, ഒന്ന് നീ താഴേക്ക് പോയിട്ട് വാ. പ്രിയമുള്ളവരെ, ഒരിക്കലും മരണമില്ലാതെ ജീവിക്കേണ്ട ആത്മാവിന് ഒരു 100 വർഷം എന്നൊക്കെ പറയുന്നത് 2 മിനിറ്റ് പോയിട്ട് 2 സെക്കൻഡ് പോലും ദൈർഘ്യമുള്ളതല്ല എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു താല്പര്യത്തിന് അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിലേക്ക് അവൻ കടന്നു വരിക. എന്നിട്ട് അവൻ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഇരുട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അധ്വാനമൊന്നുമില്ല, വളരെ സന്തോഷത്തോടു കൂടെ അമ്മ കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ഒരംശമൊക്കെ സ്വന്തമാക്കിയിട്ട് ഒരലച്ചിലും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ദൈവമേ നിനക്ക് നന്ദിയുണ്ടെന്ന് പറയും. അങ്ങനെ 9 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് നേരെ പുറത്തേക്ക് വരിക. നമുക്കറിയാം, പുറത്തേക്ക് വീഴുന്ന ഓരോ കുഞ്ഞും കരയുന്നുണ്ട്. അത് ജീവൻ്റെ ഒരടയാളമാണോ എന്നൊക്കെ ശാസ്ത്രം പറയുമെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളത് ഇത്ര മാത്രം, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ ഈ കുഞ്ഞ് കരയുന്നത് അത് ദൈവത്തോടുള്ളൊരു പരാതിയാണെന്ന്. ദൈവമേ നീ എന്നെ ചതിച്ച്,
കാരണം വളരെ സ്വസ്ഥമായി വളരെ സന്തോഷിച്ച് അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്ന ഞാൻ ദൈത വെളിച്ചത്തിലേക്ക് എൻ്റെ കണ്ണുറക്കാൻ പറ്റുന്നില്ല. ചുറ്റുപാടും ഒരുപാട് ഒച്ചപ്പാടും ബഹളം. അങ്ങനെ നീ എന്നെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയുന്ന കുഞ്ഞ്. അപ്പോൾ ഈ ദൈവം അവനോട് പറയും, എടാ കുഴപ്പമില്ല, ഇത് 2-3 സെക്കൻഡിൻ്റെ ഒരു പരിപാടിയേ ഉള്ളൂ, നീ കുറച്ച് നാൾ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ നിൽക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു നിർദ്ദേശത്തോടു കൂടെ അവനിങ്ങനെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നു. അമ്മയുടെ മുലപ്പാലിൻ്റെ രസവും പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പല രസങ്ങളും പല സന്തോഷങ്ങളും ആസ്വദിച്ച് അവൻ എവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് ചിലപ്പോഴൊക്കെ മറന്നുപോകും. പിന്നീട് കാലം തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ സന്തോഷമൊക്കെ ഒന്നുമല്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പ്രായത്തിൻ്റെ ചുളിവുകളിലൂടെ കടന്നു വീഴുമ്പോൾ അവിടേക്ക് തിരിച്ചു ചെല്ലണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വീണ്ടും ഇങ്ങനെ മുളച്ചു വരുന്നത് നമ്മളൊക്കെ ജീവിതത്തിലൂടെ അനുഭവിക്കാനുണ്ട്. പ്രിയമുള്ളവർ ഓർക്കണം, ഈ ആത്മാവ് വന്നത് സ്വർഗത്തിൽ നിന്ന്. അത് തിരിച്ചു പോകേണ്ടതും അവിടേക്ക് തന്നെയാണ്. നമ്മുടെ അമ്മമാർ നമ്മളെ പെട്ടെന്ന് തിരിച്ചു വരാലാടാ, നീ ഒന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ പോകുന്നതിനിടയിൽ വീട്ടിൽ ഞാൻ അനുഭവിച്ചിരുന്ന സുഹൃത്തുക്കളുടെയും കസിൻസിൻ്റെയും ഒക്കെ ആ ഒരു സൗഹൃദത്തിനും അപ്പുറത്തേക്ക് മറ്റൊരു സന്തോഷം കണ്ടെത്തി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ തങ്ങി നിന്ന് പോകാറില്ലേ? പ്രിയമുള്ളവരെ, അതുപോലുള്ള തങ്ങി നിൽക്കലുകൾ നമ്മളുടെ ഈ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ തിരിച്ചു വരാൻ വൈകും. തിരിച്ചു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ അനുഭവിച്ചിരുന്ന ആ കൂട്ടുകാരുടെയും കസിൻസിൻ്റെയും ഒക്കെ സൗഹൃദം ചിലപ്പോൾ തീർന്നിട്ടുണ്ടാകും. അത് പിന്നീട് സങ്കടത്തിന് കാരണമാകുന്നത് പോലെ നമ്മളുടെ ഈ ലോക ജീവിതത്തിലെ ചില സന്തോഷങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ തിരിച്ചെത്തേണ്ടത് പരലോകമാണെന്നും അവിടെ ദൈവം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും പലപ്പോഴും നാമും തിരിച്ചറിയാതെ പോകുന്നു. ആയതിനാൽ ആ തിരിച്ചറിവ് ഉള്ളിൽ ഒരു നൊമ്പരമായും, വെറുതെയുള്ള നൊമ്പരമല്ല, സുഖകരമായ ഒരു നൊമ്പരമാക്കി സൂക്ഷിച്ചുകൊണ്ട് ഈ ആത്മാവിന് തിരിച്ചു പോകാനുള്ളതാണ് സ്വർഗത്തിലേക്ക്, കർത്താവിൻ്റെ പക്കലേക്ക്. ആ ഒരു ബോധ്യത്തോടുകൂടെ ഈ ജീവിതയാത്രയെ കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.